വി ഡി സതീശന് അനുകൂലമാകുന്ന ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനം ഉണ്ടെങ്കിൽ വി ഡി സതീശൻ അത് പിന്തുടരും. IAS-ന്റെ പുനർവിന്യാസം, IAS-ന്റെ പുനഃസംഘടനയും ക്യാബിനറ്റ് തീരുമാനിക്കേണ്ടതായിരുന്നു. അതും പിണറായി വിജയൻ എന്ത് പറഞ്ഞെന്നറിയോ? അത് ഞാനും ചീഫ് സെക്രട്ടറി കൂടെ തീരുമാനിച്ചോളാം എന്നുള്ളത്. അത് തന്നെ സതീശനും തുടരുക. അപ്പം സതീശന് സ്വന്തമായി അധികാരം ഉപയോഗിക്കാൻ കഴിയുന്ന തീരുമാനങ്ങളൊക്കെ പിണറായി എടുത്തതാണെങ്കിലും അതവിടെ ഉണ്ട്, അത് പുള്ളി തുടരുക. കാരണം പുള്ളിക്ക് അത് സൗകര്യമാണ്. ഇപ്പം ഈ ഗവർണർ ലീഡർമാരെ എടുത്തതെല്ലാം തന്നെത്താനെയാണ്. KPCC ആയിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഞാൻ ചോദിക്കുന്നൊരു പാർട്ടിയിൽ ആ പാർട്ടിയായിട്ടുള്ള കൺസൾട്ടേഷൻ വേണ്ടേ? ആ പാർട്ടിയുടെ അഭിപ്രായം കൂടെ ചോദിക്കണ്ടേ? നിങ്ങൾ പിന്നെ പിണറായി വിജയന് ബദലാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തുടരുന്ന നിങ്ങൾ പറയുകയാണ് ഞാൻ പിണറായി വിജയന് ബദലാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ മനോവ്യത കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ ഇത് പറയുന്നത്. കാരണം UDF സർക്കാരിനെ ഞങ്ങൾ വിമർശിക്കുമ്പോൾ അതിൻ്റെ പരോക്ഷ നേട്ടം ഉണ്ടാക്കുന്നത് അപ്പുറത്ത് ചത്തുകിടന്ന പിണറായി വിജയനാണെന്ന് ഓർക്കണം. പക്ഷേ ഇതുപോലെ ഇയാൾ ചെയ്യാൻ പോയാൽ എന്ത് ചെയ്യും? എന്തിനാണ് ഇയാൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അശോക് പ്രശാന്ത് എന്ന് പറഞ്ഞ 2 IAS ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. ചെറിയ കാര്യമാണോ ആ സസ്പെൻഷൻ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ B അശോകനെ നിങ്ങൾ എടുക്കുക. B അശോകന് ഈ 7 വർഷം കൂടെ സർവീസ് ഉണ്ട്. ആ സർവീസുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി അതിശക്തമായി വന്ന് പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തു. ചെറിയ കാര്യമാണോ? യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് മിഡിൽ ക്ലാസ് അതിശക്തമായി LDF-നെതിരായി അണിനിരന്നതിൽ ഇയാളുടെ പരസ്യ പ്രതികരണത്തിന് വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അശോകിൻ്റെ അയാളൊരു ബുദ്ധിജീവിയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്നുള്ള IAS-കാരിൽ വെച്ച് ഏറ്റവും വലിയൊരു ബുദ്ധിജീവിയുമാണ് അയാൾ. കേരള മുതിലൊക്കെ നിരന്തരം ലേഖനം എഴുതുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ധവളപത്രത്തെക്കുറിച്ച് ലേഖനം എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. വലിയ ബുദ്ധിജീവിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് നേരിട്ട് അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത് അങ്ങനെ. പ്രശാന്ത് എന്ന് പറഞ്ഞിട്ടൊരു IAS-കാർ 8 തവണയാണ് അയാളെ സസ്പെൻഡ് ചെയ്തത്. 8 തവണ അയാളെ സസ്പെൻഡ് ചെയ്യും. അവരെ രണ്ടുപേരെയും തിരിച്ചെടുക്കുന്നതായിരിക്കും താൻ മുഖ്യമന്ത്രിയായാൽ ആദ്യത്തെ തീരുമാനം എന്ന് പറഞ്ഞ സതീശൻ മുഖ്യമന്ത്രിയായി 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ തിരിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അത് വാക്കാൽ നിർദ്ദേശം കൊടുത്തു, പക്ഷേ ചീഫ് സെക്രട്ടറി അത് ചെയ്തില്ല, മനഃപൂർവ്വം ഉഴപ്പി എന്നാണ് കേൾക്കുന്നത്. അതെ. അപ്പൊ ചീഫ് സെക്രട്ടറി എവിടെയാണ്? ചീഫ് സെക്രട്ടറി താഴെയാണോ? ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ മുകളിലാണോ? ഇനി ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ്? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് കേൾക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് വേറെ ഒരു ഇതിൽ ചർച്ച ചെയ്യും. ആ ചീഫ് സെക്രട്ടറി സമ്മതിക്കുന്നില്ല എന്ന് സതീശൻ പറഞ്ഞാൽ പിന്നെ സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കാൻ ഇത് യോഗ്യതയാണ്? ആരാണ് ചീഫ് സെക്രട്ടറി? ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ചെയ്യേണ്ട ഉദ്യോഗസ്ഥനല്ലേ? നിങ്ങൾ കർണാടകത്തിൽ നോക്കൂ. കർണാടകത്തിൽ സിദ്ധാരാമയ്യ പോയി, DK ശിവകുമാർ വന്നു. രണ്ടുപേരും കോൺഗ്രസ്സാണ്. DK ശിവകുമാർ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അയാളുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റി. ഇവിടെ ഇയാൾ എന്താണ് ചെയ്തത്? ഇയാളായിരുന്നു പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്ത വിനീത വിധേയൻ, വത്സല ശിഷ്യൻ. ഈ ജയതിലകായിരുന്നു പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഇയാളും KM എബ്രഹാം കൂടാണ് നേതൃത്വം നൽകിയത്. ഇയാളെ ഈ ഗവൺമെന്റ് എടുത്ത് ചാടിച്ച് ഓടിച്ചു വിടുന്ന് വിചാരിച്ചിട്ട് അയാൾ എന്തെന്നറിയോ? അയാൾ പിണറായി വിജയൻ പോകുന്നതിന് മുമ്പ് അയാളുടെ പെൻഷൻ പേപ്പേഴ്സ് വരെ ശരിയാക്കി. അയാളത് ഇതുവരെ തൊട്ടിട്ടില്ല. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് അയാൾക്ക് ഒരു ഗ്രേസ്ഫുൾ എക്സിറ്റ് കൊടുക്കും. എന്തൊരു തോന്നിവാസമാണ്! ഏറ്റവും വലിയ വൃത്തികേടുകൾ കാണിച്ച, ഇവരുടെ എതിര് സർക്കാരിനെ ഏറ്റവും കൂടുതൽ സഹായിച്ച അയാൾക്ക് ഗ്രേസ്ഫുൾ എക്സിറ്റ് കൊടുക്കാനാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഇവർ ഭരിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അയാളെ ഫസ്റ്റ് ക്യാബിനറ്റ് വരുമ്പോൾ തന്നെ ആ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം മിസ്റ്റർ എന്നല്ലേ പറയേണ്ടത്? മുട്ടിൽ മരമുറി എന്ന് പറഞ്ഞിട്ട് വലിയ മരമുറിയിൽ അതിൽ മരമുറിക്കാനുള്ള വിവാദമായിട്ടുള്ള ഉത്തരവിറക്കിയിട്ടുള്ള ഇയാളാണ്. പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട് IAS-ലെ ഏറ്റവും കഴിവുള്ള ഉദ്യോഗസ്ഥർ 7-8 തവണ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇയാൾ. അയാൾ ഇതിനകത്തെല്ലാം കയറി ഇടപെടുകയാണ്. ഇപ്പം ഞാൻ കേൾക്കുന്നത് അയാൾ എന്തോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്തോ തെരഞ്ഞെടുപ്പ് കമ്മീഷനാകാൻ വേണ്ടിയിട്ട് അയാൾ നടക്കുകയാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. അയാൾ ഈ അദാനി പോലുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നീക്കങ്ങൾ വരെ നടത്തുന്നുണ്ടെന്നാണ്. അപ്പം അങ്ങനെ വന്നു ഈ സർക്കാരും ഇതിന് മുമ്പത്തെ സർക്കാരും തമ്മിൽ എന്തൊന്നാണ് വ്യത്യാസമുള്ളത്? അതുകൊണ്ട് ഞങ്ങളെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള നീതികേട് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് ശബ്ദം ഉയർത്താതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പാർട്ടിയുടെ ചരിത്രത്തിലുണ്ടാകാത്ത അത്ര അതിഭീകരമായിട്ടുള്ള പ്രതിസന്ധി അവർ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ അവർക്ക് UDF അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പം ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഇയാളുടെ കാര്യം വന്നപ്പോൾ പിണറായി വിജയൻ വന്നു, EN വാസവൻ വന്നു, P രാജീവ് വന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവർക്കെതിരായിട്ടുള്ള എതിർപ്പിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? നിങ്ങളിത് ചെയ്യുന്നതിന് പകരം ആളുകൾക്ക് ബഹുമാനിക്കുന്ന
ആളുകൾക്ക് ആവേശം കൊടുക്കുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനെ അവിടെ നിയമിച്ചിരുന്നെങ്കിൽ ആളുകളുടെ കയ്യടി നിങ്ങൾക്ക് കിട്ടൂലായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് കയ്യടി കിട്ടുന്നില്ലേ? ഇപ്പോൾ തൂഫാൻ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് അയാൾ ഇറങ്ങിയിട്ടുണ്ട്, അയാൾക്ക് അത് കയ്യടി കിട്ടുന്നത്. അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്താണ് തടസ്സം? അതിന് പകരം ഈ ചത്തുമലച്ച് കിടക്കുന്ന CPM-ന് ഈ ഓക്സിജൻ കൊടുക്കുന്ന പോലെ ഇതുപോലുള്ള വിവാദപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തിന്? അതുകൊണ്ട് ആർക്കാണ് ഗുണം, ആർക്കാണ് ദോഷമെന്ന് ഈ ഗവൺമെൻറ് മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കാതെ പോയാൽ അപകടത്തിൽ ചെന്ന് ചാടും. ആ എച്ച് വെങ്കടേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്നെ കണ്ട മൂത്രമൊഴിക്കുന്ന ആളാണ് ഈ എച്ച് വെങ്കടേഷ്. അയാൾക്ക് ക്രമസമാധാനത്തിൻ്റെയും പിന്നെ ക്രൈംബ്രാഞ്ചിൻ്റെയും ചുമതല അയാൾക്ക് കൊടുത്തിരുന്നു. അയാൾ ക്രമസമാധാനം എടുത്ത് ദൂരെ കളഞ്ഞു. മനസ്സിലായി? 2 വനിതകളെ കൊണ്ടുവന്നു. ADGP അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചുമതലയിലാണ് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളെ ഇരുത്തിയിരുന്നത്. ആ പോസ്റ്റ് എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ലിയോയ്ക്ക് ഓർമ്മയുണ്ടാവും. 2016 പിന്നെ TP സെൻകുമാറിനെ കൊണ്ടുവരായിരുന്നപ്പോൾ അയാൾ സുപ്രീം കോടതി പോയിട്ട് പിന്നെ അനുകൂലമായിട്ട് ഉത്തരവ് മേടിച്ചുകൊണ്ടു DGP. അന്ന് TP സെൻകുമാറിനെ വളഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ടോമിൻ തച്ചങ്കരിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പോസ്റ്റാണ് ഈ DGP അഡ്മിനിസ്ട്രേഷൻ. അവിടെയാണ് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആൾ ഈ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കാല് തിരുമ്മിക്കൊണ്ട് അവിടെ ഇരിക്കുന്നത്. ആ പോസ്റ്റ് തന്നെ ഇല്ലാതാക്കി കളഞ്ഞു രമേശ് ചെന്നിത്തല. എന്നിട്ട് അതൊരു IG-ക്ക് ചുമതല കൊടുത്തു. പോലീസ് അഡ്മിനിസ്ട്രേഷൻ IG എന്ന് പറഞ്ഞ ചുമതല കൊടുത്തിട്ട് ഹർഷിത അറ്റല്ലൂരി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. നിശാന്തിനി എന്ന് പറഞ്ഞൊരു സ്ത്രീക്കും ഉന്നതമായിട്ടൊരു സ്ഥാനം കൊടുത്തു. മനസ്സിലായി? അപ്പോൾ ആ നിലയിൽ വലിയ മാറ്റങ്ങൾ പോലീസ് സേനയിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനനുസൃതമായിട്ടൊരു മാറ്റമല്ല IAS-കാരുടെ പുനർവിന്യാസത്തിൽ വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ B അശോക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഊർജ്ജസ്വലനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ അയാൾക്ക് ഏറ്റവും ചേർന്ന പൊസിഷൻ എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പായിരുന്നു. അത് കൊടുക്കാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. പ്രശാന്ത് എന്ന് പറഞ്ഞ ആൾക്ക് ടോട്ടലി അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വകുപ്പാണ് കൊടുത്തിരിക്കുന്നത്, സ്പോർട്സ് വകുപ്പ്. ആലോചിച്ച് നോക്കുന്നു. ഹോം സെക്രട്ടറി ആയിട്ട് അശോക് വന്നിരുന്നെങ്കിൽ വിറക്കില്ലായിരുന്നു ഇവന്മാരൊക്കെ. ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിറക്കില്ലായിരുന്നു. കാരണം പിണറായി വിജയനെതിരെ നെഞ്ചുവിരിച്ച് നിന്ന് പോരാടി സസ്പെൻഷൻ മേടിച്ചിട്ടുള്ള ആളാണ് അശോക്. ആഭ്യന്തര വകുപ്പിൽ വന്നിരുന്നെങ്കിൽ മുട്ടിടിക്കുകയില്ലായിരുന്നു ഇവരുടെ. അങ്ങനെ ഇരുത്താതെ അയാളെ കൊണ്ടുവന്ന് ഉന്നത വിദ്യാഭ്യാസം ഇപ്പോൾ മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അപ്പം ഇതുപോലെയൊക്കെ ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ ചോദിക്കുന്നത്. അപ്പം ഇതുപോലെ ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പിണറായിക്ക് വഴങ്ങിയാണോ ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം വരില്ലേ? കാരണം നിങ്ങൾ നിലപാടുകളുടെ രാജകുമാരെന്നും പറഞ്ഞിട്ട് നിങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. പട നയിച്ചവൻ തന്നെ നാട് നയിക്കട്ടെ എന്നും പറഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം ജനങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി നിങ്ങൾ നിന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെയല്ലേ താഴോട്ട് പോകുന്നത്. കറക്റ്റ്. സ്വയം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നുണ്ട്. ഇത് ബോധ്യമാകണം. ഇത് പിണറായി വിജയനോട് നടത്തുന്ന എതിർപ്പിന് തുല്യമായിട്ടൊരു എതിർപ്പല്ലത്. ഇതൊരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ മോശമാകരുത്, നിങ്ങൾ നന്നാവണം എന്നുള്ളൊരു അഭ്യർത്ഥന. അത് ആ ഒരു ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ ഇവരൊക്കെ കേട്ടാൽ ഇവർക്ക് നല്ലത്. അത്രയോ.